നോക്കി ഉച്ചിലുകുത്തിൻ്റെ ഉച്ചിയിൽ ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കുക. ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ തേനി ഭാഗത്തെ കൃഷിത്തോട്ടങ്ങളാണ് കാഴ്ചകൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്ന കാഴ്ച നോക്കിയാൽ എൻ്റെ കണ്ണും നമ്മുടെ ക്യാമറയുടെ കണ്ണിൽ നിന്ന് കിട്ടുന്ന വിഷയത്തിലെ ഒരു രക്ഷയില്ലാത്ത ഇത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ട് പോയാൽ ചതുരംഗപ്പാറ കാണാം, രാമക്കൽമേടിൻ്റെ കാഴ്ചകൾ കാണാം, പശ്ചിമഘട്ട മലനിരകൾ ഇങ്ങനെ മതിൽ കെട്ടിയതുപോലെ അങ്ങ് പോകുന്നതൊക്കെ ഇവിടെ നിന്നൊക്കെ കാണാം. ഈ ഒരു കാഴ്ച നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്നാൽ നമുക്ക് ഇതൊരു കാഴ്ച നെല്ലിയാമ്പതിയിൽ സീതാർകുണ്ടിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇതേപോലൊരു കാഴ്ച നമുക്ക് കിട്ടും. പക്ഷെ ആ വ്യൂവിനെക്കാട്ടും അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇത്. കാരണം കുറച്ച് ദൂരമായിട്ടാണ് നമുക്ക് അതിൻ്റെ കാഴ്ച കിട്ടുന്നെങ്കിൽ ഇത് കുറച്ച് അടുത്തായിട്ട് ഭയങ്കര വിസിബിലിറ്റി ആയിട്ട് കിട്ടുന്ന ഒരു കാഴ്ച. കൃഷിയൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നില്ല മീൻസ് എല്ലാം തരിശായി കിടക്കുന്നുണ്ടോ? അല്ല, സീസണായിരിക്കും. ഇപ്പം വെള്ളം കുറവുള്ള സമയമല്ലേ. ഇനിയിപ്പം മഴ തുടങ്ങുമ്പോഴായിരിക്കും കൂടുതൽ വരുന്നത്. കാഴ്ചയിലിപ്പം സാധാരണ നമ്മൾ ഉച്ചിലുകുത്തിൻ്റെ ഗൂഗിൾ ചെയ്ത് വന്നാൽ ശ്രദ്ധിച്ചോണം, ഗൂഗിൾ ചെയ്താണ് വരുന്നതെങ്കിൽ അങ്ങ് ദൂരെ കാണുന്ന ഒരു ടാർ ചെയ്ത റോഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അതായിരിക്കും ഗൂഗിൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തും ഉച്ചിലുകുത്തുന്ന ഗൂഗിൾ ചെയ്താൽ. പൂപ്പാറയെന്ന് ബോഡി വിട്ട് ബോഡിനായ്ക്കന്നൂർ ഇറങ്ങി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഗ്രാമങ്ങളുടെ തമിഴ്നാട് ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ വന്ന് തേവാരം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ എത്തിക്കും ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഉച്ചിലുകുത്ത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ ട്രക്കിംഗ് റൂട്ട് സെർച്ച് ചെയ്യുക. നടന്ന് വരുന്ന വഴി സെർച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ശാന്തമ്പാറ വന്ന് ശാന്തമ്പാറയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അങ്ങ് കയറി ഒരു ഏലക്കാടിൻ്റെ നടുക്കിലൂടെ വന്ന് ഓഫ് റോഡ് കയറി ഇവിടെ എത്താം. ഇതിപ്പോൾ താഴെ തമിഴ്നാടും നമ്മൾ ഇരിക്കുന്നത് കേരളം അല്ലേ? കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തമിഴ്നാടിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു